ഈ സിഡ്നിയുടെ ഐക്കോണിക് സിംബൽസ് ആണ് ഓപ്പറ ഹൗസും പിന്നെ ഈ ഒരു ഹാർബർ ബ്രിഡ്ജും. 1932 പണിതാണ് 8 ലൈൻ റോഡ് ട്രാഫിക് ഉള്ള പാലം. ഇതിന്റെ മേളിലേക്ക് ക്ലൈംബ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു സമ്പ്രദായം ഇവിടെ ഉണ്ട്. ഹൈറ്റ് പേടിയുള്ള ആളായതുകൊണ്ട് ഞാൻ ഇതിന് നിന്നില്ല. ഇത്രയും പ്ലാനിങ്ങോട് കൂടി എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത് ഇവിടെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, താങ്ക് യു. അടിപൊളിയാണല്ലോ. സിഡ്നി ഹാർബർ ബ്രിഡ്ജിന്റെ അടിയിൽ ഇതെന്ത് വലിയ പാലമാണെന്നറിയോ? ഞാൻ ഈ പാലത്തിന്റെ മേളിൽ കൂടെ നടന്നിട്ടില്ല എന്ന് തോന്നുന്നു. ഇതിന്റെ മേളിൽ കൂടെ രണ്ട് തവണ വണ്ടിയിൽ പോയിട്ടുണ്ട്, പക്ഷേ ഇതിന്റെ മേളിൽ കൂടെ നടന്നിട്ടില്ല. ആ സിഡ്നി ഹാർബർ ബ്രിഡ്ജിന്റെ അടിയിലുള്ള ഈ കാണുന്ന ഹോട്ടലിലാണ് ഞാൻ താമസിക്കാൻ പോകുന്നത്. പിയർ 1 എന്ന് പറഞ്ഞിട്ട് മാരിയറ്റിന്റെ ഒരു ഹോട്ടലാണ്. അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഹോട്ടലാണ്. ഇത് മാരിയറ്റിന്റെ ഓട്ടോഗ്രാഫ് കളക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. പിയർ 1 എന്ന് പറഞ്ഞിട്ട് സിഡ്നി ഹാർബറിൽ തന്നെയുള്ള ഒരു ഹോട്ടലാണ്. ഏകദേശം 30,000 റുപ്പീസാണ് ഇവിടുത്തെ റൂമിന്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് ഗോ ഇൻസൈഡ്. ചെക്കിംഗ് ഇൻ ഹിയർ. ഓക്കെ. Yeah, sure. Do I get a room facing the bridge? Do you prefer to have the room that facing the bridge? I don't know. I don't know which room is good, so you can give me a good view room. Yeah. You're going to walk around? I love it so much. You're going to change your flight. Yeah. No. So this is in which floor? First floor. Okay, thank you. So നമ്മൾ ചെക്ക് ഇൻ ചെയ്തു. ഇത് ഇവിടുത്തെ ഒരു അടിപൊളി റിസപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണുന്നത് പിയറും ബാക്കിയുള്ള സെറ്റപ്പും. ഇതാണ് ഇവിടുത്തെ ലിഫ്റ്റ്. സെറ്റപ്പായോട്ട് ഇത് 5 സ്റ്റാർ ഹോട്ടലാണ് കേട്ടോ. ഇത് ഒരു കിഡിലും 5 സ്റ്റാർ ഹോട്ടലാണ്. സോ ആകെ 3 നിലയേ ഉള്ളൂ ഈ ഒരു ബിൽഡിങ്ങിന്. 3 നില മാത്രമുള്ള ഒരു ബിൽഡിങ്. ഇത് രക്ഷയിട്ടാ. കിട്ടില്ല ലൊക്കേഷൻ. എന്താ എന്തായാലും എനിക്ക് ഹാർബർ വ്യൂവിലുപരിയായിട്ട് എനിക്ക് ബ്രിഡ്ജ് വ്യൂ കാണാമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ബ്രിഡ്ജ് വ്യൂ റൂം കിട്ടി. സോ ബ്രിഡ്ജ് വ്യൂ റൂമാണ് എനിക്ക് വേണ്ടത്. സാധാരണ എല്ലാവർക്കും ഹാർബർ വ്യൂ റൂമല്ലേ വേണ്ടത്. അപ്പോൾ എനിക്ക് 1 2 8 ദൈവം ഇപ്പുറത്താണോ? ഇതിന് ബ്രിഡ്ജ് വ്യൂ ഉണ്ടോ? എനിക്കറിയത്തില്ല. ബ്രിഡ്ജ് വ്യൂ ഉണ്ടെന്ന് പറഞ്ഞോണ്ടോ തന്നത്. നോക്കട്ടെ. അങ്ങേ അറ്റത്താണോ? ഇതിന് ബ്രിഡ്ജ് വ്യൂ ഇല്ലേ? കിട്ടും ബ്രിഡ്ജ് വ്യൂ ഇല്ലെങ്കിൽ. അയ്യോ, ഇത് ബ്രിഡ്ജ് വ്യൂ അല്ലേ? ഇത് 1 2 8 ആണല്ലോ വന്നേക്കുന്നത്. ഇത് ബ്രിഡ്ജ് വ്യൂ അല്ലല്ലോ. വാ, ഇതാണ് മുറി. അടിപൊളിയാണല്ലോ. ഇതിലെവിടാ വ്യൂ? ബ്രിഡ്ജ് വ്യൂ എവിടെയാ? ഞാനേ എൻ്റെ റൂം അവർ തന്നത് മാറിപ്പോയി. റൂമിൽ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അവർക്കും മനസ്സിലായത് റൂം മാറിപ്പോയി. അപ്പോൾ ഞാൻ താഴെ വന്നപ്പോൾ അവരോട് പറഞ്ഞു റൂം മാറിപ്പോയി എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറയാം. I would like to have one Artback 10 year. Do you have this? Yes. Artback 10 year. So is it on this one? Yeah, you can take that. Yeah. And I would like to have this Australian tiger prawn bowl. Like is it raw mango or what mango is that? It's raw mango, right? Yes. It's not sweet, right? Well, mango is sweet. Mango is sweet. Okay. But Do you like mango? No, then it's okay. No need. Okay. I don't like sweet one. We can remove the mango. That's fine. Like if you remove the mango, But it's a very good salad. Really? Yeah. Okay. I can ask for the mango on the side, and you can decide if you want to. No, that's fine. That's fine. Like. Okay. Okay. I'll take that. So as it is, the mango on the side, or? Yeah, up to you. No, you decide. That's fine. Like, if I change it, like the chef will be having a taste, right? So if I change it, the taste will change. So I'll not get the proper taste of what the chef was thinking. Like. Okay. Yeah. So you can make it as it is. As it is. Yeah. So and, so this one is a little bit smaller. Okay. So So one of those. Yeah. Just that now, and I'll change the position outside. I'll sit outside. Okay. Do you Right know? here? Yes. This one. The tall tables. Yeah. High chair. Okay, right? Yeah, thank you. ഞാനിവിടെ പുറത്ത് വന്നിരുന്നു. പുറത്തെന്ന് പറയുമ്പോഴത്തേക്കിന് ഇവിടെ പിയറിൻ്റെ സൈഡിലായിട്ട് ഉള്ള ഒരു ഏരിയ, പിയർ വ്യൂ. ഇതാണ് പിയർ. ഇവിടെ നിന്നാണ് ശരിക്കും ഫെറിയൊക്കെ പോകുന്നത്. പിന്നെ തൊട്ടപ്പുറത്ത് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചത് ഇതൊരു അടിപൊളി സ്ഥലമാണ്. റൂമിൽ ചെന്നപ്പോഴത്തേക്കും അവർ എനിക്ക് റൂം മാറി തന്നു. അതായത് യൂഷ്വലി ഞാനിത് എങ്ങനെ ബുക്ക് ചെയ്തതെന്ന് അറിയാമോ? ശരിക്കും ഈ ഹോട്ടലിൽ ഒരു റൂം ബുക്ക് ചെയ്യണമെങ്കിൽ ഏകദേശം 30,000-40,000 രൂപ വരും.
അപ്പോൾ എനിക്ക് ഞാൻ മാരിയറ്റിൻ്റെ മറ്റേ മെമ്പറാണ്. നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ സ്റ്റാറ്റസ് ഒക്കെ വിട്ടിട്ട് എനിക്ക് മെമ്പറാണ്. പിന്നെ മാരിയറ്റിൽ ഞാൻ അങ്ങനെ അധികം താമസിക്കാറില്ല. അതും ഞാൻ ഹോൾഡേനിലാണ് താമസിക്കുന്നത്. അപ്പോൾ IHGയുടെ മെമ്പറാണ്. ഞാൻ കൂടിയ മെമ്പറുള്ളത്. മാരിയറ്റിന് ഞാൻ കൂടിയ മെമ്പർ അല്ല, ഞാൻ സിൽവർ മെമ്പർ എന്തോ ആണ്. എന്തായാലും മെമ്പറാണ്, ക്രെഡിറ്റ് കാർഡ് സ്റ്റാറ്റസ് ഉള്ള മെമ്പറാണ്. പിന്നെ നമ്മൾ ക്രെഡിറ്റ് കാർഡ് സ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്കിനും മാരിയറ്റിന് സിൽവറില്ല കേട്ടോ, ഗോൾഡ് എലൈറ്റ് ആണ്, ഗോൾഡ് എലൈറ്റ്. അപ്പം നമ്മൾ ഈ ക്രെഡിറ്റ് കാർഡ് സ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് ഇഷ്ടംപോലെ പോയിന്റ്സ് കിട്ടും. നമ്മൾ ട്രാവലിംഗ് അല്ലേ എപ്പോഴും, അപ്പോൾ ഇഷ്ടംപോലെ പോയിന്റ്സ് കിട്ടുമല്ലോ. അപ്പോൾ ആ പോയിന്റ്സ് വെച്ചിട്ട് നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫ്രീ ആയിട്ട് ഹോട്ടൽ ബുക്ക് ചെയ്യാൻ പറ്റും. സത്യം പറഞ്ഞാൽ ഏകദേശം ഒരു ദിവസം 30,000 രൂപ 40,000 രൂപ റേറ്റ് ഉള്ള ഈ ഹോട്ടൽ ഞാൻ ഫ്രീ ആയിട്ടാണ് 2 ദിവസത്തേക്ക് ബുക്ക് ചെയ്തിരിക്കുന്നത്. അത് 2 ദിവസത്തേക്ക് ബുക്ക് ചെയ്യാൻ കാരണം എന്ന് പറയുന്നത്, എനിക്ക് ആകെ ഈ 2 ദിവസത്തേക്ക് ഈ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്യുന്നതിന് 1,10,000 പോയിൻറ്റ്സാണ് കാണിച്ചത്. പക്ഷേ എനിക്ക് ഒരു റിവാർഡ് നൈറ്റ്സ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു വർഷം ഒരു റിവാർഡ് നൈറ്റ് കിട്ടും. ആ റിവാർഡ് നൈറ്റ് എനിക്ക് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ലിറ്ററലി എനിക്ക് 50,000 പോയിൻറ്റ് മാത്രമേ എനിക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വന്നുള്ളൂ 2 ദിവസത്തേക്ക് റൂം ബുക്ക് ചെയ്യാൻ വേണ്ടി. അപ്പം സത്യം പറഞ്ഞാൽ ഫ്രീ ആയിട്ടാണ് 2 ദിവസത്തേക്ക് റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് അങ്ങനെ ബുക്ക് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അത് ബുക്ക് ചെയ്തില്ലെങ്കിൽ ലാപ്സ് ആയി പോയി, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ അപ്പോൾ അങ്ങനെ ഏകദേശം 10 എന്താ പറയുക, ജെറ്റ് സ്റ്റാർ ചതിച്ചത് കാരണം നമ്മളിവിടെ വന്ന് ഇങ്ങനെ റൂം കിട്ടി, നമ്മളിവിടെ താമസിച്ചു. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു വീഡിയോ ചെയ്യാൻ തരുന്നത്. അപ്പം ഇപ്പം നമുക്ക് അപ്പോൾ പറഞ്ഞു വന്നത്, അപ്പോൾ ഞാൻ റിസപ്ഷനിൽ പറഞ്ഞു എൻ്റെ റൂം മാറിപ്പോയി, കാരണം നിങ്ങൾ എനിക്ക് തന്നത് ബ്രിഡ്ജ് വ്യൂ റൂമല്ല, ഇപ്പുറത്തെ മുകളിലത്തെ റൂമാണ്. അവിടെ ഒരു കല്ല് വ്യൂ ഇല്ല, ചെറിയൊരു ജനൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു റൂം അപ്ഗ്രേഡ് ചെയ്ത് തരാം. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇവിടെ താഴെ പിയർ വ്യൂ ഒരു റൂമുണ്ട്. അത് ഹൗസ് കീപ്പിംഗ് റെഡി ആക്കുന്നേ ഉള്ളൂ, കുറച്ച് ടൈം എടുക്കും. അപ്പോൾ സാർ അതുവരെ ഇവിടെ ബാറിൽ പോയി ഒരെണ്ണം അടിച്ച് ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞു. അപ്പോൾ എനിക്കൊരു കൂപ്പൺ തന്നു. ആ കൂപ്പൺ കൊണ്ട് നമുക്ക് ഇവിടെ ഇരുന്ന് ഒരു ഡ്രിങ്ക് ഓർഡർ ചെയ്യാം. ഞാനൊരു ഡ്രിങ്കും അല്ലെങ്കിൽ തന്നെ ഞാൻ ഇവിടെ വന്നിരിക്കാതെ നോക്കുമായിരുന്നു. ഒരു ഡ്രിങ്കും ഒരു ഫുഡും ഓർഡർ ചെയ്തു. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കാം. ഇതെന്തായാലും മഴ കാര്യങ്ങളൊന്നുമില്ല. കഴിഞ്ഞ ദിവസം നമ്മളിവിടെ ഉണ്ടായിരുന്നപ്പോൾ ഭയങ്കര മഴയൊക്കെ ആയിരുന്നു. പക്ഷേ ഇന്നൊരു ക്ലൗഡിയാണ്, മഴയില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ യൂഷ്വലി വീക്കെൻഡ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കര തിരക്കാവുന്ന സ്ഥലങ്ങളാണ്. കാരണം ഇത് ഇവിടെയൊക്കെ ആൾക്കാർ വന്നിരുന്ന് കള്ളു കുടിക്കാനും പിന്നെ ഈ പറഞ്ഞ പോലെ സോഷ്യലൈസ് ചെയ്യാനൊക്കെ വരുന്ന ഒരു സ്ഥലമാണ്. ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. ഇതൊരു ബൗളാണേ. ബൗളെന്ന് പറയുമ്പോഴത്തേക്കിന് ഇതിനകത്ത് മാങ്ങ, പഴുത്ത മാങ്ങ കേട്ടോ, കുഴപ്പമില്ല, സാരമില്ല. പഴുത്ത മാങ്ങ ഒരു ഡിഫറെൻറ്റ് ഫ്ലേവറല്ലേ. പഴുത്ത മാങ്ങ, പ്രോൺസ്, അവക്കാഡോ, അതാണ് ഇതിനകത്തുള്ള മെയിൻ സംഭവങ്ങൾ. പഴുത്ത മാങ്ങ, പ്രോൺസ്, അവക്കാഡോ, അതും പിന്നെ ഏതോ ഒരു സ്കോച്ച് വിസ്കി, ഏതാണെന്ന് അറിയത്തില്ല, ഏതൊരു സാധനം. അപ്പോൾ അത് ഡ്രിങ്ക് ഫ്രീ ആണ്. ഇത് ഞാൻ പൈസ കൊടുക്കണം. എനിക്കറിയാം ഇത് റിച്ച് മാൻസ് ഫുഡ്. ഇതാണ് റിച്ച് മാൻസ് ഫുഡ്. ഇനി നാളെ രാവിലെ ഞാൻ റിച്ച് മാൻസ് ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ചു തരാം. നല്ല പുറത്ത് പോയിട്ട് എന്തെങ്കിലും കഴിച്ചാൽ മതിയായിരുന്നു. അങ്ങനല്ല, ഇത് പ്രോൺസ് അവക്കാണോ, ഹെൽത്തി ബൗള്. വൗച്ചറാ, മറ്റേ ഡ്രിങ്കിനുള്ള വൗച്ചറല്ലേ ഉള്ളൂ. പക്ഷെ ഇത് ഞാൻ കാശ് കൊടുക്കണ്ടേ. അങ്ങനല്ല, പ്രോൺസും അവക്കാഡോയും മാംഗോയും. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ ഇവിടെ ഫുഡൊന്നും ഇൻക്ലൂഡഡ് അല്ല. ഫുഡൊക്കെ ഞാൻ കഴിക്കുമ്പോൾ പൈസ കൊടുക്കണം. അതൊന്നും പോയിന്റ്സ് കവർ ചെയ്യും. ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും എന്തെങ്കിലുമൊക്കെ ഞാൻ കഴിക്കുകയാണെങ്കിൽ അതിനൊക്കെ പൈസ കൊടുക്കണം. ഈ കാണുന്ന ഈ സ്ഥലം കണ്ടോ, ഇത് ഹോട്ടലിൻ്റെ ഭാഗമാണേ. ഈ ഹോട്ടലിൽ ഇവരിവിടെ കുറേ സാധനങ്ങൾ ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടോ. ഇതൊക്കെ ഈ പഴയ ബിൽഡിംഗ് അല്ലേ. അപ്പോൾ ഈ പഴയ ബിൽഡിങ് സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടി ചെയ്ത് വെച്ചിരിക്കുന്ന പരിപാടിയാണ് ഈ കാണുന്നത്. ഇത് റൂമിൻ്റെ അകത്ത് ഞാൻ കണ്ടായിരുന്നു ഈ ഒരു സംഭവം. ഇത് താഴെയും പിന്നെ മുകളിലത്തെ നിലയിലും അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട് ഈ കാര്യങ്ങൾ ഉണ്ടല്ലേ. ഇത് ശരിക്കും നല്ല രീതിയിൽ ഇവർ മെയിൻറ്റെയിൻ ചെയ്ത് കാശ് മുടക്കി വെച്ചിരിക്കുന്നതല്ലേ. ഇതിങ്ങനെയൊന്നും ഇരിക്കത്തില്ല. അപ്പോൾ ഇവിടെ നമുക്ക് കുറേ ബോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന കാണാം. നമ്മൾ പണ്ട് കഴിഞ്ഞ തവണ സിഡ്നി വന്നപ്പോഴത്തേക്കിനും ആ ബോട്ടിൽ കയറി നമ്മൾ ട്രിപ്പൊക്കെ പോയായിരുന്നു. അത് ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു വേറെ ഏതൊരു ബീച്ചൊക്കെ ഉള്ളൊരു സ്ഥലത്തേക്ക്, ബോണ്ടി ബീച്ച്, ആ ഭാഗത്തേക്ക് എന്തോ പോകുന്ന ബോട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് പോകുന്ന ഇതുപോലത്തെ ഫെറി സർവീസുകൾ നമുക്ക് കാണാം. അപ്പുറത്തെ ഭാഗത്ത് നമുക്ക് ഹോങ്കോങ്ങിലൊക്കെ കാണുന്ന പോലെ ധാരാളം വലിയ കെട്ടിടങ്ങൾ നമുക്ക് കാണാം. അതിവേഗത്തിൽ പോകുന്ന ബോട്ടുകളും പതുക്കെ പോകുന്ന ബോട്ടുകളും നമുക്ക് കാണാം. ആക്ച്വലി ഇതാണ് അവരെനിക്ക് തന്നിരുന്ന റൂം എന്ന് പറയുന്നത്. ആദ്യം തന്ന റൂം കണ്ടില്ലേ, കിട്ടിയുള്ള റൂമാണെന്നറിയോ. ഞാൻ ശരിക്കുള്ള റൂം ടൂർ ഞാൻ താഴെ എൻ്റെ റൂമിൽ പോയിട്ട് ചെയ്യാം. അടിപൊളി ഒരു ടിവിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ കണ്ടില്ല, ഇതൊക്കെ ഇവർ ഈ റൂം ഈ ബിൽഡിങ് സ്ട്രെങ്തൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. ഇതിൻ്റെ മച്ചൊക്കെ നോക്കി, ഇതൊരു ഹെറിറ്റേജ് ബിൽഡിംഗ് ആണ്. ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഹെറിറ്റേജ് ബിൽഡിംഗ് ആണ്. അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നമ്മളെ പുറത്തെ ആ ഒരു ഹാർബർ വ്യൂ. പക്ഷേ ഇവിടെ ഒരു ജനലാണ് ബേസിക്കലി ഉള്ളത് സംഭവം. അപ്പോൾ എനിക്കൊരു റൂം വേറെ തന്നു. ഇപ്പോൾ എനിക്ക് വേറെ റൂം കൊണ്ട് തന്നു. എന്നിട്ട് ഈ ചാവി കൊണ്ട് കൊടുത്താൽ മതി എന്ന് പറയും. അപ്പോൾ ഞാൻ എൻ്റെ ബാഗ് അവിടെ വെച്ചിട്ടാണ് പോയിരുന്നത്. ഈ ഒരു റൂമിനാണ് അവർ എത്രയും പൈസ ചാർജ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കണം. ആലോചിച്ച് നോക്കിയേ, ശരിക്കും ഈ ബ്രാൻഡിൻ്റെ ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് അതാണ്. മാരിയറ്റിൻ്റെ ആ ഒരു ബ്രാൻഡ് വാല്യൂ എന്ന് പറയുന്നത് അതാണ്.
ഇതിൻ്റെ ബാത്റൂം ഒക്കെ ആണെങ്കിലും കിടിലൻ സംഭവമാണ് കേട്ടല്ലേ. സംഭവം അടിപൊളി സെറ്റപ്പാണ്. പക്ഷെ നമുക്കിനി താഴത്തെ റൂം പോയി നോക്കാം. അത് ഇതുപോലത്തെ റൂം തന്നെ ആയിരിക്കും. എന്താണ് വ്യത്യാസം എന്നുള്ളത് പോയി നോക്കാം. അപ്പോൾ എൻ്റെ പുതിയ റൂം എന്ന് പറയുന്നത് ഈ കാണുന്ന ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ സൈഡിൽ കൂടെ റെസ്റ്റോറൻറ്റിനകത്തൂടെ അങ്ങോട്ട് പോകണം. അങ്ങോട്ട് പോയിട്ട് ഇവിടെ എവിടെയാണ് അടിപൊളി താഴത്തെ നിലയിൽ. താഴെയൊക്കെ ഫുള്ള് മച്ചാണ് കേട്ടോ. മച്ച് താഴെ മേളിലും എല്ലാം മച്ചാണ്. കിട്ടില്ല സെറ്റപ്പാണ്. പക്ഷേ ഈ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് ഇതുകൊണ്ട് ഈ സാധനം ഇങ്ങനെ അത് തന്നെ കുറച്ചുകൂടെ അറേഞ്ച് ചെയ്ത് വെക്കാം. ഞാനേ ഒന്ന് പുറത്തിറങ്ങിയിട്ട് ഒന്ന് സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകാനുണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതിന് വേണ്ടി ഇറങ്ങിയാണേ. ഇവിടുത്തെ ഈ നിർമ്മാണങ്ങളൊക്കെ കണ്ടോ, ഈ പാലത്തിൻ്റെ സമീപത്തുള്ള ഇവിടുത്തെ ഓരോരോ സംഭവങ്ങൾ. ഈ കല്ലൊക്കെ അതേപോലെ വെട്ടിപ്പൊളിച്ചൊക്കെയാണെന്ന് തോന്നുന്നു ഇവിടെ ഓരോന്നൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ കല്ല് എങ്ങനെയൊക്കെയാണെന്ന് ഒരു അന്തം മനസ്സിലാവുന്നില്ല. ഇത് കണ്ടില്ലേ നോക്കി. ഇതാണ് ഇവിടുത്തെ ഒരു പിയർ. ബാക്കിയുള്ള പിയറും ബാക്കി സംഭവങ്ങളൊക്കെ ഞാൻ നാളെ കാണിച്ചു തരാം. ഇതിപ്പോൾ വൈകിട്ട് ജസ്റ്റ് നടക്കാറിങ്ങിയപ്പോൾ കണ്ടപ്പോൾ എടുത്തതാണ്. ഇതെന്ത് സെറ്റപ്പ്! ഇത് പാറ ചെത്തി എടുത്തുണ്ടാക്കിയതാണോ എന്തൊന്നും മനസ്സിലാവുന്നില്ല. ഇതിങ്ങനെ റോഡിൽ ഇങ്ങനെ ഇത് മേളിൽ ആ പാലത്തിന്റെ ബേസ്മെന്റ് ആണ്. ആ പാലത്തിന്റെ സ്റ്റാർട്ടിംഗ് ആണ് ഇത്. മനസ്സിലായോ? എൻ്റെ ഹോട്ടൽ ഇരിക്കുന്ന ആ സ്ഥലമാണ്. നോക്കി എന്തോ അടിപൊളിയോടെ. ഇത് ഒരു രക്ഷയിലടെ. ഇത് ശരിക്കും ഉണ്ടല്ലോ ഇവിടെ അടുത്ത് ഇതുകൊണ്ട് ഇവിടെ വരെ ബസ് വരും. ഇവിടെ ഞാനിപ്പോൾ അവിടെ ബസ്സൊക്കെ വരുന്നതാണ്. അവിടെ വരെ ബസ് വരും. ഇതാണ് ആ പാലം. നാളെ രാവിലെ മഴ ഇല്ലാണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പാലത്തിൻ്റെ മേളിൽ കൂടെ കയറി ഒന്ന് നടക്കണം. ഇത് ഭയങ്കര വലിയ പാലം അറിയാം. ഇതിൻ്റെ പാലത്തിൻ്റെ മേളിൽ ക്ലൈമ്പിംഗ് ഒക്കെ ഉണ്ട്. അങ്ങനത്തെ പല പരിപാടികളും ഉണ്ട്. ആ കാണുന്ന വലിയ കെട്ടിടങ്ങളെ കണ്ടില്ലേ, അതൊക്കെ CBD ഏരിയ ആണ്. ഇതെല്ലാം സെൻട്രൽ ഏരിയ ആണ്. പക്ഷെ എന്നാലും അത് മെയിൻ പുതിയ സെൻട്രൽ ഏരിയ ആണ്. ആ പാലത്തിൻ്റെ മേളിൽ കൂടെ ഒക്കെ ആൾക്കാർ നടക്കുന്നതുണ്ടോ? അടിപൊളി. സോ നമ്മുടെ ഹോട്ടലിൻ്റെ പുറകുവശമാണ് ഇത്. ഇവിടെ ഒരു ജിമ്മൊക്കെ ഉണ്ട്. ഇതാണ് ഹോട്ടലിലെ ജിമ്മ്. പൂളുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. പൂളുണ്ടാവാൻ സാധ്യതയില്ല. ഇതാണ് ഇവിടുത്തെ ജിമ്മ്. ഉണ്ടല്ലേ, ജിമ്മിൽ ടവലൊക്കെ വെച്ചിട്ടുണ്ട്. ടവലും ബാക്കിയുള്ള സംഭവങ്ങളും പിന്നെ അത്യാവശ്യം വെയിറ്റ്സും ബാക്കിയുള്ള പരിപാടികളും. ഒരു ചെറിയ ജിമ്മ്. ആരും ഇല്ല, എന്താണെന്ന് അറിയത്തില്ല. ആരും ഇല്ലാത്ത ജിമ്മിൽ അവിടെ എല്ലാവരും പുറത്തെല്ലാവരും ഭയങ്കര ഓട്ടമാണ്. ഇവിടെ ആക്ച്വലി പുറത്ത് ഡൈനിങ് ഉണ്ട്. അതുകൊണ്ടല്ലേ ഇത് നേരത്തെ നമ്മൾ പോയിരുന്ന സ്ഥലമില്ലേ, അതൊക്കെ ശരിക്കും ഡൈനിങ് ആവും. രാത്രി ആകുമ്പോഴത്തേക്കിനും ആൾക്കാർ ഡിന്നർ കഴിക്കാനൊക്കെ വരും. മഴയില്ലെങ്കിലാണ് അടിപൊളി. മഴ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ മഴയില്ലെങ്കിൽ അടിപൊളിയാണ്. നമുക്ക് ഇതിനകത്തൂടെ നമ്മുടെ ഹോട്ടൽ മുറി തുറക്കാൻ പറ്റുമോ നോക്കട്ടെ. ഞാൻ അകത്തൊരു ലോക്കുണ്ട്. പക്ഷെ എന്നാലും തുറക്കാൻ പറ്റുമോ? അകത്ത് ലോക്ക് ഇട്ടിരിക്കുക. ഞാൻ അകത്തൊരു ലോക്ക് ഇട്ടിട്ടുണ്ട്. ആ ലോക്ക് ഇട്ടിട്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇതിലൂടെ തുറന്നു കയറാമായിരുന്നു. സോ ഗൈസ്, ഇതാണ് നമ്മുടെ മുറി. നമ്മൾ മേളത്തെ റൂം കണ്ടില്ലേ, അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഉള്ള മുറിയാണ്. പക്ഷേ മേളത്തെ റൂം കുറച്ചും കൂടി ഒരു ഹെറിറ്റേജ് പോലത്തെ ആ ഒരു ആംബിയൻസ് ആയിരുന്നെങ്കിൽ ഇത് കുറച്ചും കൂടെ അവർ മോടി പിടിപ്പിച്ച് മോഡേൺ ആക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഈ റൂമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. മേളത്തെ റൂമിലുണ്ടായിരുന്ന പോലെ തന്നെ ഒരു അടിപൊളി വലിയൊരു TV ഇവിടെ ഇരിപ്പുണ്ട്. സാംസങ്ങിൻ്റെ സ്മാർട്ട് TV ആണ് ഇരിക്കുന്നത്. മാരിറ്റിൻ്റെ എന്തൊക്കെയോ കുറേ വീഡിയോസൊക്കെ കാണാം. ഇത് ക്ലാരിറ്റി അല്ലേ. സോ ഇതാണ് നമ്മുടെ ബെഡ് എന്ന് പറയുന്നത്. അടിപൊളി ഒരു ബെഡാണ്, കിടിലൻ ബെഡാണ്. ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. അതായത് ഇവിടെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. വി ഹാവ് അവർ ഓൺ പ്രൈവറ്റ് സ്പേസ്. പക്ഷേ ഇതൊരു ഓപ്പൺ ഏരിയ ആണ്. അതായത് ഇത് ഹോട്ടലിൻ്റെ ഭാഗമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഹോട്ടലിൻ്റെ ഭാഗമാണ്. പക്ഷേ ഇതൊരു ഓപ്പൺ ഏരിയയും കൂടിയാണ്. ഇതുണ്ടോ, പ്രസ് ടു എക്സിറ്റ്. ഇതെങ്ങനെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രസ് ചെയ്താൽ ഇത് തുറക്കും. ഇത് തുറന്നിട്ട് നമ്മളിത് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും ഇത് തന്നെ അടയുകയും ചെയ്യും. പിന്നെ കാർഡ് ടാപ്പ് ചെയ്തിട്ട് നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റും. അങ്ങനെയാണ് എൻ്റെ പരിപാടി. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് കാണുന്നത് ഈ കാണുന്ന ഏരിയ. ഇത് ശരിക്കും ഒരു പബ്ലിക് പ്ലേസ് ആണ്. നോക്കി, അതായത് ഇതൊരു പബ്ലിക് പ്ലേസ് ആണ്. ഇത് ആളുകൾക്ക് ഇങ്ങനെ നടന്നു വരാം. ഇതിലൂടെ നടക്കാനും ഓടാനൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. സോ ഇതാണ് നമ്മുടെ ഹോട്ടൽ. ഇതാണ് ഇതിലേതായിരുന്നു എൻ്റെ മുറി? ഇതല്ലേ? ഇതാണ് എൻ്റെ മുറി. നമുക്കത് ലോക്കൊക്കെ ചെയ്തിടാം കേട്ടോ. എല്ലാ ഫുൾ പ്രൈവസിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ പരിപാടികളും ഉണ്ട്. സോ ഇത് അടിപൊളിയാണോ? ഈ ഒരു സ്പേസ് എന്തായാലും കിട്ടിയത് നന്നായി. ഇതിൻ്റെ അപ്പുറത്താണ് ശരിക്കും ഇവരുടെ ആ ഒരു കീ ഏരിയ. എവിടെയായിരുന്നു? അപ്പുറത്തെങ്ങോട്ടും ആണെന്ന് തോന്നുന്നത്. ജസ്റ്റ് നമുക്ക് വാക്കിന് പോകണം. എന്തായാലും നാളെ ഒരു ഫുൾ ഡേ ഞാനിവിടെ ഉണ്ട്. നാളെ ഞാനിവിടെ ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഈ ഒരു ഭാഗം മൊത്തം കറങ്ങി തിരിഞ്ഞ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. കിടില കേട്ടോ അത് സംഭവം. ഒരു ബിൽഡിംഗ് എത്രത്തോളം അടിപൊളിയായിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് നോക്കി. ഇത് ശരിക്കും നമ്മുടെ ഫോട്ടോ വെച്ചിലൊക്കെ ഉണ്ട് ഇതുപോലത്തെ പഴയ ബിൽഡിങ്ങുകൾ. അതൊക്കെ ഈ പറഞ്ഞ പോലെ നല്ല റേറ്റിനാണ് അവിടെയും സെല്ല് ചെയ്യുന്നത്. ഇവിടെ അതേപോലെ തന്നെ നല്ല റേറ്റിനാണ് സെല്ല് ചെയ്യുന്നത്. സോ ഇവിടെ പ്രൈവസി ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർട്ടൻ ഇട്ട് കഴിഞ്ഞാൽ ലൈക്ക് വി ഹാവ് കംപ്ലീറ്റ് പ്രൈവസി ഹിയർ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ റൂമിൽ എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റൂമിൽ ഈ അലമാര എന്തേലും പറയുന്നത് അല്ലെങ്കിൽ ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കണ്ടില്ലേ. ഫുള്ള് മൊത്തത്തിൽ നല്ല ഒരു കിടിലൻ ഡിസൈനിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ പറഞ്ഞ പോലെ വലിയ മോഡേണൈസേഷൻ ചെയ്തിട്ട് വലിയ എന്താ പറയുക ഇതൊന്നും ചെയ്തിട്ടില്ല. എന്താണ് വലിയ ഡിജിറ്റലൈസേഷനോ പരിപാടികളോ ഐപാഡ് വെച്ചുള്ള കൺട്രോളോ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അത് ഞാൻ കണ്ടില്ല. പിന്നെ ഇവിടെ നമുക്ക് ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഇതുണ്ടല്ലേ, ഹേസൽനട്ട് ഡാർക്ക് ഓർഗാനിക് ചോക്ലേറ്റ്, പിന്നെ പിയർ 1
സിഡ്നി ഹാർബർ പ്ലസ് ജോൺ. ഇതൊന്ന് സാധനം ദൈവമേ, വീഗൻ ഫ്രണ്ട്ലി ലേറ്റക്സ് കോണ്ടംസോ. ദൈവമേ, അതുവരെ വെച്ചിട്ടുണ്ടോ ഇവരിവിടെ? ഇതൊക്കെ എന്തിനാണ് വെച്ചേക്കുന്നത്? ഇതെന്താ സംഭവം ഞാനിങ്ങനെ നോക്കുമായിരുന്നു എന്താ പരിപാടി എന്നുള്ളത്. വീഗൻ ഫ്രണ്ട്ലി ലാറ്റക്സ് കോണ്ടംസ് 53 mm ലൂബ്രിക്കേറ്റഡ്, നോ നാസ്റ്റി ടോക്സിൻസ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അടിപൊളി. പിന്നെ വെച്ചിട്ടുള്ളത് എക്ലിപ്സ് മിൻസ് പെപ്പർമിൻറ്റ്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു കോംപ്ലിമെൻ്ററി ആണെന്ന് തോന്നുന്നു. ഞാൻ ഈ കോണ്ടംസ് തായ്ലൻഡിലൊക്കെ പല ഹോട്ടലുകളിലും വെച്ച് കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഇങ്ങനെ, അതും ഇതൊക്കെ ബ്രാൻഡ് ചെയ്തിട്ട് ഇത് കണ്ടിട്ട് പോലും ഇല്ല ഇങ്ങനത്തെ സാധനങ്ങളൊന്നും. എനിക്കറിയത്തില്ല. ജോണി TM എന്ന് പറഞ്ഞുകൊണ്ട് അതും ഈ കോണ്ടം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഇത് ഡിസ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പാക്കറ്റുകൾ വരെ വെച്ചിട്ടുണ്ട്, കവറുകൾ വരെ വെച്ചിട്ടുണ്ട്. എനിക്ക് അടിപൊളി. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ വെച്ചിട്ടുള്ളത് പ്രോപ്പർ ഹാൻഡ് കുക്ക്ഡ് ക്രിസ്പ് റോസ്മേരി ആൻഡ് തൈം എന്ന് പറഞ്ഞൊരു സാധനം വെച്ചിട്ടുണ്ട്. ഇത് മറ്റേ റോസ്മേരി ആൻഡ് തൈം മറ്റേ ഇത് മറ്റേ സാധനം പൊട്ടറ്റോ ചിപ്സ് ഇല്ലേ, ആ സാധനമാണ്. പിന്നെ സ്മോക്ഡ് മക്കഡാമിയാസ് എന്താ സാധനം, പ്രോഡക്റ്റ് എല്ലാം ഓസ്ട്രേലിയൻ പ്രോഡക്റ്റ്സാണ് വെച്ചേക്കുന്നത്. പിന്നെ വെച്ചിട്ടുള്ളത് ഇങ്ങനെ ഒരു വൈൻ വെച്ചിട്ടുണ്ട്. അത് ഓസ്ട്രേലിയൻ പ്രോഡക്റ്റാണ്, സൗത്ത് ഈസ്റ്റേൺ ഓസ്ട്രേലിയൻ പ്രോഡക്റ്റാണ്. ഒരു എന്താ സാധനം, ഇത് എന്തൊക്കെയോ പരിപാടികളൊക്കെ വെച്ചിട്ട് മൈറ്റി സ്മോൾ വൈൻ ആൻഡ് കമ്പനി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വൈൻ ബോട്ടിലുണ്ട്. പിന്നെ 2 കുപ്പി വെള്ളമുണ്ട്, വെള്ളം കൂൾ റിച്ചിൻ്റെ 2 കുപ്പി വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നെസ്പ്രസോ എന്ന് പറഞ്ഞുകൊണ്ട് കോഫി മേക്കർ ഉണ്ട്. ഇവിടെ മറ്റേ ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് കോഫി ഉണ്ടാക്കാം. ഇതൊക്കെ ഫ്രീ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ അവിടെ എന്തായാലും എഴുതി വെച്ച ലിങ്ക് അല്ല, അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെക്കും. അത് വെച്ചിട്ടില്ല. ഓ വാവ്, ഇനി എന്തോ ഇവരുടെ മാഗസിനാണ് തോന്നുന്നു. ഓട്ടോഗ്രാഫ് കളക്ഷൻ ഹോട്ടൽസ്. യെസ്, ഇതിനകത്ത് ലോകത്ത് എല്ലായിടത്തുമുള്ള ഓട്ടോഗ്രാഫ് കളക്ഷൻ എന്ന് പറഞ്ഞ ഇവരുടെ ഈ ഒരു ഇതുപോലെയുള്ള ഹെറിറ്റേജ് ഹോട്ടലുകളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു മാഗസിനാണിത്. പിന്നെ ചായ, ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ്, എലിഗൻ്റ് ടീ എല്ലാം ദിൽമ എന്ന് പറഞ്ഞ ദിൽമ ഒരു പ്രീമിയം ടീ ലീഫ് എന്താ പറയുക ബ്രാൻഡാണ്. അവരുടെ സാധനങ്ങളാണ് എല്ലാം വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് 2 ഗ്ലാസ് ഉണ്ട്, 4 ഗ്ലാസ് ഉണ്ട്. ഇതിനകത്ത് എന്താ വെച്ചേക്കുന്നത്, ഇതിനകത്ത് മറ്റേ വൈൻ ഗ്ലാസ് വെച്ചിട്ടുണ്ട്. വൈൻ ഗ്ലാസ്, വിസ്കി ഗ്ലാസ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗ്ലാസ് ആണ് എല്ലാം വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിനകത്തൊരു വെള്ളം ചൂടാക്കുന്നതിന് വേണ്ടിയുള്ള കെറ്റിൽ, പിന്നെ ഇവിടെ ഒരു മിനി ബാറും ഉണ്ട്. ഈ മിനി ബാറിൽ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്തായാലും കൺസ്യൂം ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇവർ ചാർജ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് എഴുതി വെച്ചിട്ടില്ലെങ്കിൽ ഇതൊന്നും ഫ്രീ ആയിരിക്കാൻ സാധ്യതയില്ല. പിന്നെ ഇവിടേക്ക് വരുമ്പോഴത്തേക്കിനും ഇവിടെ ഒരു സിംഗിൾ സ്വിച്ച് ഉണ്ട്. ഒരു സിംഗിൾ സ്വിച്ച് നമുക്ക് എല്ലാം ഓഫ് ഓൺ ചെയ്യുകയൊക്കെ ചെയ്യാം. പിന്നെ ഇവിടെ ഒരു USB ചാർജറും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലായിടത്തും ഉള്ള പോലെ തന്നെ 4 പില്ലോ പ്ലസ് ഈ ഒരു സാധനം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സോഫ്റ്റ് പില്ലോ ആയിരിക്കും. ഞാനും എൻ്റെ ഹോം സ്റ്റൈൽ ഇതുപോലത്തെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള പില്ലോസ് വെക്കണം എന്നാണ് എൻ്റെയും പ്ലാൻ. ഒരു ഹോട്ടൽ എന്ന് പറയുമ്പോഴത്തേക്കിനും അതിൻ്റെ ഏറ്റവും വലിയ ഒരു കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് കിട്ടേണ്ട ഒരു സാധനം നല്ല ഒരു ബെഡ്. അതാണ് സംഭവം. നല്ലൊരു ബെഡും പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു നല്ലൊരു വൃത്തിയുള്ളൊരു ബാത്റൂം. അതാണ് നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് വേണ്ടത്. പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്കിനും ഇത് ശരിക്കും ഒരു ഓപ്പൺ വാർഡ്രോബ് കൺസെപ്റ്റാണ്, കേട്ടില്ലേ? ഒരു ഓപ്പൺ വാർഡ്രോബാണ്. ഇതിങ്ങനെ ഒരു ഇത്തരത്തിലുള്ളൊരു ഫാബ്രിക് ടച്ചൊക്കെ കൊടുത്ത് വെച്ചിരിക്കുന്ന ഒരു മോഡേൺ ഡിസൈനിലുള്ള ഒരു ഓപ്പൺ ഫാബ്രിക് കൺസെപ്റ്റാണിത്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു 3-4 പുസ്തകങ്ങൾ വെച്ചിട്ടുണ്ട്. ഒരു മിനി ലൈബ്രറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ലൈബ്രറി എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ചെറിയ 3-4 പുസ്തകം വെറുതെ വെച്ചിട്ടുണ്ട്. പിന്നെ വളരെ സ്ലീക്കി ഡിസൈനിലുള്ള ഒരു ഫോൺ. ഇനി നമുക്ക് ബാത്റൂമിലേക്ക് പോകുമ്പോഴത്തേക്കിനും ഇവിടെയും നമുക്ക് വലിയൊരു ഫുൾ സൈസ് ഒരു മിറർ വെച്ചിട്ടുണ്ട്. വാഷ് ബേസിനൊക്കെ ഉണ്ടോ. ഇതൊക്കെ ശരിക്കും ഈ സാധനമൊക്കെ വെക്കാൻ ഭയങ്കര ഭംഗിയായിരിക്കും. പക്ഷേ ഈ വെള്ളത്തിൻ്റെ ഇത് പ്രോപ്പർ അല്ലെങ്കിൽ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്താൽ ഭയങ്കര പാടായിരിക്കും. ഞാൻ എപ്പോഴും എനിക്ക് ഇതുപോലുള്ള സംഭവങ്ങൾ വെക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളതാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ മെയിൻ്റെനൻസ് ഈസ് വെരി 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 എന്താ പറയുക ഡിഫിക്കൾട്ട്. പിന്നെ ഇവിടെ ഒരു ഷേവിങ് കിറ്റ് വെച്ചിട്ടുണ്ട്, 2 സ്മോൾ ഹാൻഡ് ടവലും പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു ഓസ്ട്രേലിയൻ ബ്രാൻഡാണ്. എലിയ എന്നാണ് തോന്നുന്നത്, എലീജ എന്നാണ് എഴുതിയിരിക്കുന്നത്. എലിയ എന്നായിരിക്കും പ്രൊനൗൺസിയേഷൻ ചെയ്യുന്നത്. ഇതൊരു ഓസ്ട്രേലിയൻ ബ്രാൻഡാണ്. അവരുടെ സാധനങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ഹാൻഡ് ബോഡി ലോഷനും പിന്നെ ഹാൻഡ് ബോഡി വാഷും ഒക്കെ. പിന്നെ ആസ് യൂഷ്വൽ ഓൺലി ടിഷ്യൂ പേപ്പർ. ഇതൊക്കെ പഴയ ബിൽഡിങ് സെറ്റപ്പാക്കി മോടി പിടിപ്പിച്ച് കുട്ടപ്പനാക്കി വെച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെയാണ്. ഉണ്ടല്ലേ, നല്ല ടവലൊക്കെ നല്ല അടിപൊളി ടവലാണ്. പിന്നെ ഈ സാധനം കണ്ടോ, ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഡൈസന്റെ ഹെയർ ഡ്രയർ ആണ് വെച്ചിരിക്കുന്നത്. എന്ത് വിലയാ ഈ സാധനത്തിന് തന്നെ, നല്ല വിലയാ ശരിക്കും. ഇതൊക്കെ ആൾക്കാർ അടിച്ചുകൊണ്ട് പോകാൻ സാധ്യതയുള്ള സാധനങ്ങളാണ്. പക്ഷെ ഇവിടെ നിന്നും അടിച്ചുകൊണ്ട് പോകില്ല. കാരണം നമ്മൾ കയറുമ്പോൾ തന്നെ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് അവർ $100-200 ഓതറൈസ് ചെയ്തിട്ടായിരിക്കും നമ്മളെ കയറ്റുന്നത്. പിന്നെ ഇനി ആരെങ്കിലും അടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാലും എന്തെങ്കിലും ഇവിടെ നാശനഷ്ടങ്ങളോ സംഭവിപ്പിച്ചാൽ എന്തെങ്കിലും സാധനങ്ങൾ ചീത്തയാണെങ്കിൽ ആ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് അവർ പിടിച്ചോളും. അതിനാണ് ഇവിടെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ക്രെഡിറ്റ് കാർഡ് ആദ്യം ഓതറൈസ് ചെയ്തിട്ട് നമുക്ക് റൂം തരുവുള്ളൂ. അപ്പോൾ ഇത് ഡൈസന്റെ ഒരു ഹെയർ ഡ്രയർ ആണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതെന്താ സംഭവം, ഇത് മറ്റേ ടിഷ്യൂ അല്ലേ ഇത്? യെസ്, ടിഷ്യൂ ബോക്സ്. പിന്നെ ഷവർ ഏരിയയിലേക്ക് വരുമ്പോഴത്തേക്കും നല്ലൊരു കിഡിലൻ ഷവർ ഏരിയ. പിന്നെ മറ്റേ ഇതും ഈ സെയിം ബ്രാൻഡ് സാധനങ്ങൾ. നല്ല ഹോട്ടലല്ലേ, ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇന്ന് റെസ്റ്റ് ഡേ ആണ്. ബാക്കി നമുക്ക് നാളെ. ഗൈസ്, നെക്സ്റ്റ് ഡേ
പാലത്തിൻ്റെ മേളിൽ കയറി റെഡിയാണോ? യെസ്, ഞാൻ റെഡി ആയിട്ടുണ്ട്. പോവാം. ഇന്ന് ഞാൻ പച്ചയും റെഡുമാണ്. നടുക്കൊരു വെളുത്ത കളറിലെ ഒരു അശോകചക്രം കൂടെ വരച്ച ഇന്ത്യൻ ഫ്ലാഗായി. റെഡല്ല, ഇത് സാഫ്രൺ കളർ തന്നെ. സാഫ്രൺ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് സാഫ്രൺ. ഇത് ഓറഞ്ച് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓറഞ്ചും അല്ല. ഇത് ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കളറാണ്. നമുക്ക് ഇന്ത്യൻ ഫ്ലാഗ് ആക്കാൻ വേണമെങ്കിൽ. ഫോൺ ഇന്ത്യൻ ഫ്ലാഗാണ്, ഫോൺ സാഫ്രണാണ്. അപ്പോൾ സെറ്റായി. ഞാൻ താമസിക്കുന്ന ഈ ഹോട്ടലുണ്ടല്ലോ, ഇത് ശരിക്കും 1912 നിർമ്മിച്ച ഇവിടുത്തെ ഒരു വാർഫ് എന്ന് പറയാനായിട്ട് ശരിക്കും ഇതൊരു പോർട്ടാണ്. ഇവിടെ വാർഫും പാസഞ്ചർ ടെർമിനലും കൂടി ആയിട്ടുണ്ടായിരുന്ന ഒരു ബിൽഡിങ്ങാണ്. ആ ഒരു ബിൽഡിങ് പിന്നീട് കൺവേർട്ട് ചെയ്ത് 1998 അതൊരു ഹോട്ടലായി മാറി. പിന്നെ എനിക്ക് തോന്നുന്നു 2014 മറ്റോ ആണ് ഇവർ മാരിറ്റ് ഇതെടുത്തിട്ട് ഈ ഒരു രീതിയിലേക്ക് മാറ്റിയത്. അപ്പോൾ ഇത് അത്രയും വർഷം, ഏകദേശം 100 വർഷത്തോളം പഴക്കമുള്ള ഒരു ഹെറിറ്റേജ് ബിൽഡിംഗ് ആണിത്. കണ്ടോ, സിഡ്നി ബ്രിഡ്ജിൻ്റെ മേളിൽ കൂടെ, ഹാർബർ ബ്രിഡ്ജിൻ്റെ മേളിൽ കൂടെ മെട്രോ ട്രെയിൻ വരെ പോകുന്നുണ്ട്, കണ്ടില്ലേ? അപ്പോൾ അത്രയും പഴക്കമുള്ള ഒരു വാർഫ് ബിൽഡിംഗ് ആണ്. ഏകദേശം ഒരു 200-നടുത്ത് ഹോട്ടൽ മുറികൾ ഇവിടെ തന്നെ ഈ ഒരു ബിൽഡിങ്ങിലുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. നമ്മൾ ആ പാലത്തിൻ്റെ അടിയിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. പാലത്തിൻ്റെ അടിയിൽ ഇവിടെ 5 സ്റ്റെപ്സ് എന്നും പറഞ്ഞുകൊണ്ട് എന്തോ ഒരു സംഭവം കാണാം. ഇവിടെ രാവിലെ അപ്പൂപ്പന്മാർ കുറച്ച് പേര് വന്ന് ഇവിടെ ചൂണ്ടയൊക്കെ ഇട്ടുകൊണ്ടിരിപ്പുണ്ട്. തലങ്ങും മലങ്ങും ബോട്ടുകൾ ഇഷ്ടംപോലെ പല സ്ഥലത്തേക്ക് പോകുന്നത് കാണാൻ സാധിക്കും. അപ്പുറത്തെ ഭാഗത്ത് നിന്ന് ഒരു കാർണിവൽ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അത് വൈകുന്നേരം ആകുമ്പോഴത്തേക്കിനും സജീവമാകുന്ന ഒരു ഏരിയ ആണ്. ശരിക്കും ഇത് പരമറ്റ റിവറിന്റെ ഭാഗമായിട്ടുള്ള ഒരു റിവർ ഇവിടെ ഈ കടലിലേക്ക് ഇങ്ങനെ എത്തിച്ചേരുന്ന ആ ഒരു പ്രദേശമാണിത്. ആ കാണുന്ന ബിൽഡിംഗ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സിഡ്നിയുടെ ഓപ്പറ ഹൗസ്. ഞാൻ നിൽക്കുന്ന എൻ്റെ ഹോട്ടൽ എന്ന് പറയുന്നത് ദേ ഇവിടുന്ന് ശരിക്കും വാക്കബിൾ ഡിസ്റ്റൻസ് ആണ് അങ്ങോട്ടേക്ക് പോകാനുള്ളത്. റിവറൊക്കെ എന്ത് ക്ലീനാ അല്ലേ, എന്ത് നീറ്റാ അല്ലേ? വെള്ളമൊക്കെ ഇങ്ങനെ തിരയടിക്കുന്ന പോലെ വന്ന് അടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഹോട്ടലിൽ നിന്ന് ഇവിടെ ഈ കാണുന്ന വഴിയിലൂടെ കയറി നമുക്ക് മുകളിൽ പോയിട്ട് കുറച്ച് നടക്കണം ഇതിൻ്റെ മേളിലേക്ക് പോകണമെങ്കിൽ. ഇത് ഭയങ്കര സംഭവം കേട്ടോ. എന്നാലും ഇതിൻ്റെ അടിയിൽ വന്നിട്ടേ എൻ്റെ അല്ലേ എന്തൊക്കെയോ മെയിൻ്റനൻസോ എന്താ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ദിസ് ഈസ് റിയലി ബിഗ് മാൻ. എത്ര നില കെട്ടിടത്തിൻ്റെ വലിപ്പം ഉണ്ടാവും അറിയോ ഇതിന്? ഗൈസ്, ആൾക്കാർ നടന്നു പോകുന്നു ഗൈസ്. അവരിതിൻ്റെ മേളിലേക്ക് ക്ലൈംബ് ചെയ്യാൻ വേണ്ടി പോകുന്നവരാണ്. കണ്ടോ, നോക്കി അവർ മറ്റേ സേഫ്റ്റി ഹാർനസ് ഒക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. ഇതിൻ്റെ മേളിലേക്ക് ക്ലൈംബ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു സമ്പ്രദായം ഇവിടെ ഉണ്ട്. എത്ര പൈസ കൊടുത്തിട്ട് കൊണ്ടുപോകുന്ന ഒരു പരിപാടിയാണ്. എനിക്ക് ഹൈറ്റ് പേടിയുള്ള ആളായതുകൊണ്ട് ഞാൻ ഇതിന് നിന്നില്ല ഗൈസ്. എനിക്ക് കുറച്ച് ഹൈറ്റ് പേടിയുള്ള ആളാണ്. പക്ഷെ എൻ്റെ ദൈവമേ, ഇത് എന്തോ കൂടി, ഇത് ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര റിയലി ബിഗ് മാൻ. ഞാൻ ഇതിൻ്റെ മേളിൽ കൂടെ പണ്ട് ട്രാവൽ ചെയ്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ദിസ് ഈസ് റിയലി ബിഗ്. അതായത് നമ്മുടെ ലണ്ടൻ ബ്രിഡ്ജും ടവർ ബ്രിഡ്ജും ഒക്കെ മാറി നിൽക്കുക. അതിൻ്റെ ലൈക്ക് ഇതിൻ്റെ 7 ഇനത്ത് വരുമല്ലോ, ആവുന്നു അത്രയ്ക്ക് വലുതാണിത്. ഈ കാണുന്ന സ്ഥലമില്ലേ, ഞാൻ ഇതിൻ്റെ അടുത്ത് പോയി നിന്ന് നിങ്ങളെ കാണിച്ചു തരാം എൻ്റെ ഹൈറ്റും ഇതിൻ്റെ സംഭവങ്ങളും. അതായത് ഇതിൻ്റെ ബേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ഈ ഒരു കല്ല് കണ്ടോ, ഇത്ര ഉണ്ട് ഞാൻ ഉണ്ടല്ലേ. പിന്നെ ബാക്കിയാണ് മേളിലോട്ട്. എന്താ അല്ലേ, ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഒറ്റ കല്ലുകൾ വലിയ ബ്ലോക്കായിട്ടുള്ള ഇത് ഒരു സിംഗിൾ സ്റ്റോൺ ആണ്, കണ്ടില്ലേ? അപ്പോൾ അത്തരത്തിലാണ് ഇതെല്ലാം റെഡിയാക്കിയിരിക്കുന്നത്. നമുക്ക് ദൂരം അപ്പുറത്ത് നമുക്ക് ഓപ്പറ ഹൗസ് കാണാം. ഓപ്പറ ഹൗസ് ഞാൻ പോകുന്നില്ല ഇത്തവണ, കാരണം ഞാനത് കഴിഞ്ഞ അവിടെ വന്നപ്പോഴത്തേക്കിനും 3 വർഷം മുമ്പ് ഞാൻ വന്ന സമയത്ത് ഞാൻ പോയതാണ്. അതിൻ്റെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്, നിങ്ങൾക്ക് കാണാമെന്നുണ്ടെങ്കിൽ എടുത്ത് നോക്കാവുന്നതാണ്. മേളിലുള്ള പാലത്തിൻ്റെ മേളിലൂടെ ഇപ്പോൾ ട്രെയിൻ പോകുന്നു, അതേ ശബ്ദം കണ്ട. ഇല്ലെങ്കിൽ വണ്ടി പോകുന്ന സൗണ്ടൊക്കെ ഇങ്ങനെ കേൾക്കാം. ഇപ്പം ട്രെയിൻ പോകുന്ന സൗണ്ടാണ്. കുടു സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ആ പാലത്തിൻ്റെ അടിയിൽ ഇത്തരത്തിലൊക്കെയാണ് ഇവർ റെഡിയാക്കിയിരിക്കുന്നത്, കണ്ടില്ലേ? നോക്കി, അത് എന്ത് വൃത്തിക്കല്ലേ. നമുക്ക് ഓസ്ട്രേലിയയുടെ ഒരു ഫ്ലാഗ് കാണാം. എന്നെപ്പോലെ ചുറ്റിക്കിറങ്ങി നടക്കുന്ന ധാരാളം സന്ദർശകരുണ്ട്. ഇതിനടിയിൽ ഇവിടെ നമ്മുടെ ആ ഒരു പരമറ്റ റിവറിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഒരു പഴയ രീതിയിലുള്ള ഒരു വെടിക്കോപ്പ്, മറ്റേ ഇത് ബേസിക്കലി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നമ്മുടെ പീരങ്കി ഉണ്ടല്ലോ, ആ ഒരു സെറ്റപ്പാണത്. ഇത് ഈ അപ്പർ ഗൺ ബാറ്ററി എന്നാണ് പറയുന്നത്. ശരിക്കും ഇവിടെ ഈ ഒരു സിഡ്നി കോഫ് ആ ഒരു ഭാഗത്തെ ലക്ഷ്യമാക്കി ഈ പാലത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി നിർമ്മിച്ചതാണ്. അല്ല പാലത്തിൻ്റെ മാത്രമല്ല, പാലത്തിൻ്റെ ഈ പോർട്ടിൻ്റെ ഒക്കെ സുരക്ഷയ്ക്ക് വേണ്ടി വെച്ചിരുന്നൊരു ഗണ്ണാണ്. ഈ പാലത്തിൻ്റെ ഈ ഒരു തൂണിൻ്റെ അകത്ത് എന്തൊക്കെയോ, എനിക്ക് അതിൻ്റെ മേളിൽ കൂടെ ആൾക്കാർ കയറി മേളിലോട്ട് പോകാൻ പറ്റുന്നുണ്ട് കേട്ടോ. അവിടെ എന്തോ നിർമ്മാണ പ്രവർത്തനങ്ങളും പിന്നെ പാലത്തിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ നടക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു, കണ്ടില്ലേ? അതിനകത്ത് കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അവിടെ കുറേ ഓഫീസുകൾ വരെ ഉണ്ട്. 1932 മാർച്ച് 19 ഈ പാലം ഓപ്പൺ ചെയ്തത്. 1932 മാർച്ച് എന്ന് പറയുമ്പോഴത്തേക്കും എത്ര വർഷമായി അല്ലേ? ഞാൻ മാർച്ച് 19, ഞാനും മാർച്ചിലാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. 1149 മീറ്റർ ആണ് ഇതിൻ്റെ നീളം എന്ന് പറയുന്നത്. ഇതിൻ്റെ ആർച്ച് സ്പാൻ എന്ന് പറയുന്നത് 503 മീറ്റർ ഉണ്ട്.
134 മീറ്ററാണ് ഇതിൻ്റെ ഹൈറ്റ്. അതായത് ഏകദേശം 440 അടി ആണ് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ ആർച്ചിൻ്റെ ടോപ്പ് വരെ ഉള്ളത്. 52,800 ടൺ സ്റ്റീല് ഇതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ദൈവം ഒന്നും പറയണ്ട. ഇതൊരു ഭയങ്കര സംഭവം കേട്ടോ. ഇതിൻ്റെ മേളിലൂടെ 8 ലൈൻ റോഡ് ട്രാഫിക് ഉണ്ട്, 2 റെയിൽവേ ലൈൻ ഉണ്ട്, പിന്നെ പെഡസ്ട്രിയൻ വാക്ക് വേ ഉണ്ട്, സൈക്കിൾ വാക്ക് വേ ഉണ്ട്. 1932 പണിതാണ് 8 ലൈൻ റോഡ് ട്രാഫിക് ഉള്ള പാലം. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഒരു 8 വരിയുള്ളൊരു പാലം എവിടെയും പണിയുന്നില്ല. ഇപ്പോഴും 2 വരി 3 വരി ഒക്കെ പണിത്. കേരളത്തിൽ ഇപ്പോഴാണ് 3 6 വരി പാത വന്നത്. അതും സർവീസ് റോഡ് പോലും മര്യാദക്കില്ലാത്ത രീതിയിലാണ് 6 വരി പാത വന്നിരിക്കുന്നത്. കുറ്റം പറയുന്നതല്ല, ദീർഘവീക്ഷണ ഇല്ലായ്മ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. എത്ര സ്ഥലപരിമിതികൾ ഉണ്ടെന്ന് പറഞ്ഞാലും അതൊക്കെ ഓവർകം ചെയ്യാൻ നമ്മുടെ സർക്കാരിന് സാധിക്കും. ദീർഘവീക്ഷണം വേണം എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അത് ആരാണെന്നുണ്ടെങ്കിൽ, ഏത് സർക്കാരാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അത് കുറേയൊക്കെ കോംപ്രമൈസ് ചെയ്താലേ വികസനം നടക്കുകയുള്ളൂ. 8 വർഷം എടുത്തിട്ടാണ് ഈ പാലം മൊത്തം നിർമ്മിച്ചത്. 1400 ജോലിക്കാർ വളരെ കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഈ പാലം 8 വർഷം എടുത്ത് നിർമ്മിക്കുന്നത്. 16 ആൾക്കാർ ഈ പാലത്തിൻ്റെ നിർമ്മാണ സമയത്ത് കൊല്ലപ്പെടുകയുണ്ടായി. നിങ്ങൾക്ക് ഈ ബ്രിഡ്ജ് ക്ലൈംബ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബ്രിഡ്ജ് ക്ലൈംബ് ചെയ്യാം. ഒരു അഡ്വഞ്ചർ എക്സ്പീരിയൻസ് ആണ്. ഏകദേശം 3-4 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ്. അത് വളരെ സേഫ്റ്റിയോടുകൂടി ഹാർനസ് ഒക്കെ ഇട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ്. പക്ഷേ അത് ഹൈറ്റ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പാടില്ല. ഇതിൻ്റെ താഴെയൊക്കെ കണ്ടില്ലേ, ഇത് എനിക്ക് തോന്നുന്നു വലിയ പാറയോ മലയോ എന്തൊക്കെയോ ആയിരുന്നു ഇവിടെ. ആ മലയൊക്കെ വെട്ടിപ്പൊളിച്ചിട്ടാണെന്ന് തോന്നുന്നു ഇവിടെ ഇതൊക്കെ നിർമ്മിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. ഈ പാലത്തിൻ്റെ അടിഭാഗം ശരിക്കും ഒരു മ്യൂസിയം പോലെയാണ് കേട്ടോ. ഇവിടുത്തെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ പണ്ട് എന്തൊക്കെയായിരുന്നു, ഏത് രീതിയിലാണ് പോർട്ടും വാർഫും അതും ഇതൊക്കെ വർക്ക് ചെയ്തത്. പാലത്തിൻ്റെ വലുതും ചെറുതുമായ തൂണുകൾ താണ്ടി ഞാനിപ്പോൾ ഇതിൻ്റെ അറ്റത്തേക്ക് പോവുകയാണ്. അവിടെ നിന്ന് കണ്ട് നമുക്ക് മേലോട്ട് കയറാൻ പറ്റുള്ളൂ. ഇവിടെ വരുമ്പോഴത്തേക്കിനും മറ്റേ ആ സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്ട് ഏരിയ നമുക്ക് ഇവിടെ കാണാം. പിന്നെ ഈ കാണുന്ന ബിൽഡിംഗ് ഉണ്ട്, അതൊരു ബിൽഡിംഗ് അല്ല ഗൈസ്. അവിടെ ഒരു MSCയുടെ ഒരു കപ്പൽ വന്ന് നടപ്പുണ്ട്, ഒരു ക്രൂസ് ഷിപ്പ് വന്ന് നടപ്പുണ്ട്. അതാണ് ആ കാണുന്നത്. നമുക്ക് പാലത്തിൻ്റെ മേളിൽ കയറി കഴിയുമ്പോഴത്തേക്കിനും അത് ഭയങ്കര നല്ല അടിപൊളി ഒരു വ്യൂ കാണാൻ പറ്റും. ആ ഒരു സെൻട്രൽ ഏരിയയിലെ പഴയ കെട്ടിടങ്ങളും പുത്തൻ കെട്ടിടങ്ങളും ആ ഒരു വ്യത്യാസം കണ്ടില്ലേ? യു ക്യാൻ സീ ദ ചേഞ്ച് എൻറ്റയർലി ഇൻ എ സിംഗിൾ ഫ്രെയിം. അതാണ് എന്താ അല്ലേ? പക്ഷേ ആ പാലത്തിൻ്റെ അടിയിൽ കൂടെയാണ് നടക്കുന്നത്. ഇത് ഒരു 1.5 കിലോമീറ്റർ നീളമുള്ള ഒരു പാലമാണിത്. ഇവിടെ വന്നപ്പോഴത്തേക്കിനും നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു ഓപ്പറ ഹൗസിൻ്റെ ദൃശ്യം കാണാം. കല്യാണം കഴിഞ്ഞിട്ട് ചൈനീസ് ആൾക്കാർ കല്യാണ ഫോട്ടോഷൂട്ട്, ബ്രൈഡൽ ഫോട്ടോഷൂട്ടിന് വേണ്ടി വന്നിരിക്കുന്നത് കാണാം. അതും പാലത്തിൻ്റെ അടിയിലാണ്. അങ്ങനെ ഞാൻ ആ പാലത്തിൻ്റെ അടിയിലൂടെ നടന്ന് ഇവിടെ ഒരു പബ്ബോ എന്തൊരു സ്ഥലമുണ്ട്, അതിൻ്റെ അകത്തൂടെ കയറി പോയി കഴിഞ്ഞാൽ അതിൻ്റെ മേളിലോട്ടുള്ള വഴി കാണാം എന്നാണ് എന്നോട് പുള്ളി പറഞ്ഞത്, എൻ്റെ ഹോട്ടലിലെ ആൾ. ദ റോക്സ് ജോർജ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞ ഒരു സ്ട്രീറ്റിലേക്കാണ് ഞാൻ പോകുന്നത് ഇപ്പം. ഇത് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഇതും ഈ പാലത്തിൻ്റെ ഒരു തൂണിൻ്റെ ഭാഗമാണ് ഈ ബിൽഡിങ്ങുകൾ. ഇതിനടിയിൽ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. അതായത് ഓഫീസ് സ്പേസുകളും ബാക്കിയുള്ള പരിപാടികളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ആ പാലത്തിനോട് ചേർന്ന് തന്നെ ഉള്ള ഒരു അപ്പാർട്ട്മെൻറ്റുകളാണ്. എത്ര എക്സ്പെൻസീവ് ആയിരിക്കും അല്ലേ, എന്ത് കോസ്റ്റ് ആയിരിക്കും അല്ലേ ഇവിടെയൊക്കെ വീടും ഫ്ലാറ്റൊക്കെ വാങ്ങണമെങ്കിൽ. എന്ത് ഭംഗിയല്ലേ, ഒരു കണ്ടെയ്നർ അടിച്ച് വെച്ചിരിക്കുന്ന പോലെ തന്നെയുള്ള ഒരു യുണീക്ക് ഡിസൈൻ. ഇതൊക്കെ ബ്രിഡ്ജിൻ്റെ ഭാഗമോ, ഇതിൻ്റെ മേളിൽ കൂടെയാണ് ബ്രിഡ്ജ് പോകുന്നത്, മനസ്സിലായോ? ഇതാണ് ബ്രിഡ്ജ് ക്ലൈംബ് സിഡ്നി എന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു ബ്രിഡ്ജ് ക്ലൈംബിങ്ങിൻ്റെ അവരുടെ സ്ഥലം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഏതൊക്കെ രീതിയിലാണ് അവർ കൊണ്ടുപോകുന്നത്, ഏതൊക്കെ റൂട്ടിൽ കൊണ്ടുപോകുന്നുള്ളതൊക്കെ പറഞ്ഞുള്ള വീഡിയോ അവിടെ കാണിക്കുന്നുണ്ട്. അതായത് ആ ബ്രിഡ്ജിൻ്റെ മേളിൽ പല രീതിയിൽ കയറിപ്പോകാൻ പറ്റും. അത് അതിൻ്റെ ഒരു റൂട്ട് മാപ്പ് സഹിതം അവർ എഴുതി വെക്കുന്നുണ്ട്. 1.5 മണിക്കൂർ, 2 മണിക്കൂർ, 3.5 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പല രീതിയിലുള്ള നിങ്ങളുടെ അഡ്രിനാലിൻ പമ്പ് ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ പറ്റും. എനിക്ക് ഈ ബിൽഡിംഗ് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല അടിപൊളി കിട്ടില്ല ഡിസൈൻ. ഈ ബ്രിഡ്ജിന്റെ മേളിൽ കൂടെ നടക്കാൻ വേണ്ടി ഞാൻ കുറെ നേരമായി ഇവിടെ താഴെ കൂടെ നടക്കുന്നു. ഇതുവരെ ഇതിന്റെ സ്റ്റെയർ ഒന്നും എത്തിയില്ല. എല്ലാ സ്ഥലങ്ങളും എന്ത് ഭംഗിയാണ് അവിടെ ഇരിക്കുന്നത് അല്ലേ. ആ മരങ്ങൾക്ക് പോലും എന്തൊക്കെയോ ഒരു പ്രത്യേക ഭംഗി. ഈ വണ്ടി നോക്ക്, കിട്ടില്ല ലാൻഡ് ക്രൂസറാണ്. ഗ്ലെൻമോർ ഹോട്ടൽ, ഒരു പഴയ ഒരു ഹെറിറ്റേജ് ബിൽഡിംഗ് ആണ് അത് കേട്ടില്ലേ. ഫൈനലി എനിക്ക് തോന്നുന്നു ഇതാണെന്ന് തോന്നുന്നു സിഡ്നി ഹാർബറിലേക്ക് പോകാനുള്ള ആ ഒരു ബ്രിഡ്ജ്. ഇത് കണ്ടോ, ഇതെല്ലാം ഈ പറഞ്ഞ പോലെ പാറ വെട്ടിയെടുത്തിട്ടുണ്ടാക്കിയിരിക്കുന്ന കൺസ്ട്രക്ഷനാണ്. നോക്കി. അപ്പോൾ നമ്മൾ ഈ ലിഫ്റ്റിൽ കയറി മേളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ബ്രിഡ്ജിൻ്റെ മേളിലൂടെ നടക്കാൻ പറ്റും. ഒരു ജാതി കൺസ്ട്രക്ഷനാണ് കേട്ടോ ഇത്, ഈ ഒരു ബ്രിഡ്ജ് എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇത്രയും വർഷം മുമ്പ്, 120 വർഷങ്ങൾക്ക് മുമ്പേ, ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇവർ ഇത്രയും പ്ലാനിങ്ങോടുകൂടി എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത് ഇവിടെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഗൈസ് ഇത് കണ്ടോ, ആൾക്കാരുടെ ബെഡ്റൂം വരെ കാണാം. അത്രയ്ക്ക് ഓപ്പൺ ആയിട്ടാണ് ഈ ഒരു അപ്പാർട്ട്മെന്റ് ചെയ്തിരിക്കുന്നത്. അവർ പിന്നെ കാണിക്കാൻ വേണ്ടി ആയിരിക്കുമല്ലോ അതിനകത്ത് ഓപ്പൺ ആക്കി ഇട്ടിരിക്കുന്നത്. അവിടെ മേളില് എനിക്കൊന്ന് ഒരു ചെറിയ സ്വിമ്മിംഗ് പൂള് വരെ ഉണ്ട്. ഇത് കിടിലൻ അപ്പാർട്ട്മെന്റ് ആട്ടോ. അങ്ങനെ ഞാൻ നടന്ന് നമ്മുടെ ആ ഒരു പാലത്തിന്റെ മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ശരിക്കും നമുക്ക് കാണാം ഇവിടെ ഒരു എന്താ പറയാ,
8 വരി എന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് കാണാം. ചില ലൈനൊക്കെ ചില സമയത്ത് അടച്ചിടും. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൂടെയാണ് ട്രെയിനുകൾ പോവുക. ഇതൊക്കെ ബസ്സുകളും വണ്ടികളൊക്കെ പോകുന്ന സ്പീഡ് നോക്കി. ഈ പാലത്തിലൂടെ വരുമ്പോഴേ നമുക്ക് പലതരത്തിലുള്ള ആൾക്കാരെ കാണാം. വ്യായാമം ചെയ്യുന്നവരെ കാണാം, പറഞ്ഞാൽ ഓട്ടത്തിനായിട്ട് ഇറങ്ങിയ ആൾക്കാരെ കാണാം. പിന്നെ ഒരു കാറും ബസ്സും ട്രെയിനും എല്ലാം കൂടെ ഒരു പാലത്തെ കൂടെ പോകുന്നത് കാണാം. അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാഴ്ചകളാണ് നമുക്ക് ഈ പാലത്തെ വരുമ്പോൾ കാണാൻ സാധിക്കുന്നത്. പാലത്തിൽ വലിഞ്ഞു കയറാൻ പാടില്ല. $22,000 പെനാൽറ്റി അടിക്കും. ഇനിയിപ്പോൾ നമ്മൾ ആ റിവറിന്റെ മുകളിലേക്ക് നടന്നു കയറാൻ പോവാണ്. അപ്പോഴത്തേക്കും ഇവിടെ കമ്പിവേലിയും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ആയി. ആ കാണുന്നതാണ് ഇവിടുത്തെ ഓവർസീസ് പാസഞ്ചർ ടെർമിനൽ എന്ന് പറയുന്നത്. അവിടെയാണ് ക്രൂസ് ഷിപ്പുകൾ വരുന്നത്. ആ ക്രൂസ് ഷിപ്പ് കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നുണ്ടല്ലോ, എന്ത് വലുതല്ലേ കപ്പൽ. രക്ഷയില്ല. ഇവിടെ കാണുന്ന ബിൽഡിംഗ് പോലെ തന്നെയുണ്ട്. അതിൻ്റെ ബാക്കിൽ ഓപ്പറ ഹൗസും കാണാം. ഞാൻ എന്തായാലും ഒരു ദിവസം വന്നിട്ട് ഈ പാലത്തിൻ്റെ മേളിൽ ഞാൻ ക്ലൈംബ് ചെയ്യും. അത് ഞാൻ ചെയ്യും, ഉറപ്പാണ്. അത് എൻ്റെ ഫിയർ ഞാൻ മാറ്റാൻ വേണ്ടി എന്തായാലും ഞാൻ ക്ലൈംബ് ചെയ്യും. ഞാൻ അവിടെ കയറി അവിടെ ഉണ്ടായിരുന്ന ഒരു ആളിനോട് ചോദിച്ചു, ഒരു ലേഡിയായിരുന്നു. അവരോട് ചോദിച്ചു, എനിക്ക് ഭയമാണ്, കയറ്റം കയറാൻ എളുപ്പമാണ് പക്ഷെ തിരിച്ചിറങ്ങുമ്പോൾ ഭയമാണ്, എന്ത് ചെയ്യും, നിങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരെ അങ്ങനെ ഡീൽ ചെയ്യും? അപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ അമ്മ 50 വയസ്സുണ്ട്, എൻ്റെ അമ്മ വന്നപ്പോൾ അമ്മയ്ക്ക് സെയിം പ്രശ്നമായിരുന്നു, ഞാൻ അമ്മേനെ കൊണ്ട് ചെയ്യിച്ചു, ഞങ്ങൾ ആരും നിർബന്ധിക്കില്ല, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് എന്നെ ലെക്ചർ അടിച്ചു തന്നു അവർ. അപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ കൺവിൻസ്ഡ് ആയി. അത്ര അടിപൊളിയായിട്ട് അവരെന്നെ കൺവിൻസ് ചെയ്തു തന്നു അവിടെ നിന്ന ലേഡി. ഷി വാസ് സോ ഗുഡ്. ഞാൻ എന്തായാലും ഇനി നെക്സ്റ്റ് ടൈം വരുമ്പോഴത്തേക്കും ഞാൻ ചെയ്യും. പ്രീ ബുക്ക് ചെയ്യണം, പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അതൊരു പ്രശ്നമാണ്, കാരണം സെക്യൂരിറ്റി കൺസേൺ ഉണ്ട് അതിൻ്റെ മേളിൽ കയറുമ്പോൾ, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു മ്യൂസിയമാണ്. ആ മ്യൂസിയത്തിന്റെ സമീപത്തായിട്ട് നമുക്ക് വലിയൊരു പുകക്കുഴലൊക്കെ കണ്ടോ. ഇതൊരു മ്യൂസിയം ബിൽഡിംഗ് ആണ്. ആ ബിൽഡിംഗ് എന്താ താഴെയാന്ന് നോക്കിയേ, എന്ത് ഹൈറ്റിലാണ് ഈ പാലം ഇരിക്കുന്നത് കണ്ടോ. ഇവിടെ ഈ താഴെ കാണുന്നത് പാർക്ക് ഹയാത്ത് സിഡ്നി എന്ന് പറഞ്ഞ ഹോട്ടലാണ് ഈ കാണുന്ന ബിൽഡിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈം വരുമ്പോൾ എന്തായാലും ഇവിടെ താമസിക്കണം. നല്ല എക്സ്പെൻസീവ് ആയിരിക്കും. പിന്നെ ഇതൊരു $1 മില്യൺ വ്യൂ ആണ് ഇവിടെ. അതായത് ഇവിടുത്തെ ഹോട്ടലുകളിൽ ഈ കാണുന്ന റൂമുകൾ എന്ന് പറയുന്നതെല്ലാം നമ്മുടെ ഓപ്പറ ഹൗസിൻ്റെ ആ ഒരു വ്യൂ ആയിരിക്കും. ഓപ്പറ ഹൗസും പിന്നെ ഇവിടുത്തെ ഈ ഒരു ക്രൂസ് ഷിപ്പ് ടെർമിനലും ആ സംഭവങ്ങളൊക്കെ കാണുന്ന ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു സീ വ്യൂ ഒരു ഹോട്ടലാണിത്. അതിൻ്റെ മേളിലൊരു അടിപൊളി ഒരു സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. പക്ഷേ അത് ഓപ്പോസിറ്റ് സൈഡിലാണ് സ്വിമ്മിംഗ് പൂൾ, റോഡിൻ്റെ സൈഡിലാണ്. എന്തായാലും സംഭവം കിഡിലൊരു ആംബിയൻസ് ഉള്ളൊരു ഹോട്ടലാണെന്ന് തോന്നുന്നു. നോക്കി, ഈ സിഡ്നിയുടെ 2 മെയിൻ ഐക്കോണിക് സിംബൽസ് ആണ് ഓപ്പറ ഹൗസും പിന്നെ ഈ ഒരു ഹാർബർ ബ്രിഡ്ജും. ഈ 2 സംഭവങ്ങളും ഒറ്റയടിക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ ഹാർബർ ബ്രിഡ്ജിൻ്റെ മേളിൽ കൂടെ ഒരു വാക്കിന് പോയാൽ ഇവിടെ ഇഷ്ടം പോലെ കാഴ്ചകൾ കാണാം. ലൈക്ക് 10 പൈസ ചിലവില്ല, അവിടെ വന്നിട്ട് ജസ്റ്റ് ഗോ ഫോർ എ വാക്ക്, ഇറ്റ്സ് ഫ്രീ. ഞാൻ കുറെ നേരമായി നടക്കുക, ഇതുവരെ ഞാൻ വെള്ളത്തിന്റെ മേളിലെത്തിയില്ല. ഇത് കൊണ്ട് ആ താഴെ കണ്ട തൂണില്ലേ, വലിയ തൂണ്, അതാണിത്. ഞാൻ കഴിഞ്ഞ വന്നപ്പോൾ ഇതിന്റെ മേളിൽ കൂടെ നടന്നാണ്, എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഇതുപോലത്തെ ബ്രിഡ്ജിന്റെ മേളിൽ കൂടെ നടന്നിട്ടുള്ളത് നമ്മുടെ ഹൗറ ബ്രിഡ്ജ് ഇതുപോലത്തെ ഒരു ബ്രിഡ്ജാണ്, പക്ഷെ അത് ഇതിന് ചെറുതാണ്. പിന്നെ ടവർ ബ്രിഡ്ജിന്റെ കൂടെ ലണ്ടനിൽ നടന്നിട്ടുണ്ട്. അതൊക്കെ സിമിലർ ബ്രിഡ്ജുകളാണ്. ഇതിന്റെ മേളിൽ കൂടെ നടന്നിട്ടുണ്ടോ എന്നുള്ള എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ഫൈനലി ഞാൻ വെള്ളത്തിന്റെ മേളിലെത്തി. ഇത് ഒരു സസ്പെൻഷൻ ബ്രിഡ്ജ് അല്ല കേട്ടോ, ഇതൊരു സ്റ്റീൽ ത്രൂ ആർച്ച് ബ്രിഡ്ജാണ്. ആദ്യമൊക്കെ ഇവിടെ സസ്പെൻഷൻ ബ്രിഡ്ജ് പണിയാം എന്നൊക്കെ പറഞ്ഞ് കുറേ പ്രപ്പോസൽസ് ഒക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിലും പിന്നീട് അത് പണിയാട് ഇത്തരത്തിലാണ് ചെയ്തത്. ഇതിന് ശരിക്കും ഒരു കുലുക്കം, വണ്ടികളൊക്കെ പോകുമ്പോഴത്തേക്കിന് ഈ പാലത്തിൻ്റെ ഒരു കുലുക്കം നമുക്ക് ഫീൽ ചെയ്യും. അതിവിടെ കൈ പിടിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ടൊന്ന് മനസ്സിലാവും പാലം കുലുങ്ങുന്നത്. ആ പാലത്തിന്റെ മേളിൽ ക്ലൈംബ് ചെയ്യുന്നവരുണ്ടല്ലോ, ഈ കാണുന്ന തൂണിലൂടെ ക്ലൈംബ് ചെയ്ത് ഇവിടെ വരെ വന്നിട്ട് ഇവിടെ നിന്ന് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയിട്ട് അവിടെ നിന്ന് തിരിച്ച് താഴേക്ക് ഇറങ്ങി പോകും. അങ്ങനെയാണ് ഇതിന്റെ ബേസിക് പരിപാടി എന്ന് പറയുന്നത്. അങ്ങനെ ആ കാണുന്ന പാലത്തിന്റെ മുകളിൽ നിന്ന് ഞാനൊരു ഇൻസ്റ്റാഗ്രാം ലൈവ് ചെയ്ത് ഞാനിവിടെ താഴെ ഇങ്ങ് ദൂരെ ഇവിടെ എത്തി. ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് സർക്കുലർ കീ എന്ന് പറയുന്ന ആ ഒരു ഇത് മറ്റേ സർക്കുലർ കീ റെയിൽവേ സ്റ്റേഷനും പിന്നെ ഇവിടുത്തെ ഇവിടെ നിന്ന് പല സ്ഥലങ്ങളിലേക്ക് പോകുന്ന വാർഫ്, അതായത് ബോട്ടുകളൊക്കെ പോകുന്ന വാർഫിന്റെ സ്ഥലത്താണ്. ഈ കാണുന്നൊക്കെ ഇവിടുത്തെ വാട്ടർ ടാക്സിയാണ് എന്ന് വേണം പറയാം. നമ്മുടെ കൊച്ചി മെട്രോ പോലെ തന്നെ, കൊച്ചി മെട്രോയുടെ വാട്ടർ ടാക്സി ഇല്ലേ, അതേപോലെ തന്നെയുള്ള ഇവിടുന്ന് സിഡ്നിയുടെ പല സ്ഥലങ്ങളിലേക്ക് മറ്റ് പല സ്ഥലങ്ങളിൽ ഇപ്പോൾ ഈ ഒരു വലിയൊരു റിവറാണല്ലോ, ഈ റിവറിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ പല സ്ഥലങ്ങളിലുണ്ട്. അപ്പോൾ അവിടേക്കൊക്കെ വളരെ എളുപ്പത്തിൽ പോകുന്നതിന് വേണ്ടിയുള്ള പൊതുഗതാഗത സംവിധാനമാണ് സിഡ്നിയുടെ ഈ കാണുന്ന പച്ച
ബോട്ടുകൾ. ഓരോ ബോട്ടുകൾക്ക് ഓരോ പേരുണ്ട്. ഫിഷ് ബോൺ, ബോറോഡെയിൽ, ഗോൾഡൻ ഗ്രോവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ബോട്ടിൻ്റെ വലിപ്പവും ആ കപ്പലിൻ്റെ വലിപ്പവും ആ പാലത്തിൻ്റെ വലിപ്പവും നോക്കിയേ എന്തല്ലേ. ഇവിടുത്തെ വാട്ടർ ലെവൽ ഇപ്പോൾ താന്ന് കിടക്കുകയാണ്. നമുക്ക് ആ ഈ ഒരു തൂണ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എത്രത്തോളം വാട്ടർ ഇവിടെ പൊങ്ങി വരും എന്നുള്ളത്. ഇത് ഭയങ്കര ഒരു വൈബുള്ള സ്ഥലമാണ്. എന്തായാലും ഞാൻ ആ ഓപ്പറ ഹൗസിൻ്റെ അങ്ങോട്ടേക്കൊന്നും പോകുന്നില്ല, കാരണം ഞാൻ ഓൾറെഡി അങ്ങോട്ട് പോയതാണ്. ഇനിയിപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഞാൻ ഇനിയിപ്പോൾ തിരിച്ച് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത് കാണിച്ചു തരാം. ഇത് കണ്ടോ ആൾക്കാരൊക്കെ ഇവിടെ ഇരിക്കുന്ന കണ്ടില്ലേ? ആ ഇരിക്കുന്നതിനിടയ്ക്ക് തോന്നടി ഇത് ഭയങ്കര വലുതല്ലേ? ഇത് മറ്റേ ഈ കടൽ കാക്കയാണോ എന്തോ സാധനം, അത് മനസ്സിലാവുന്നില്ല. ഇത് പ്രാവാണ്, പക്ഷേ ഇതെന്തോ സാധനം, ഇതിൻ്റെ പേര് അറിയാതെ കമൻറ്റ് ചെയ്യണം. ഇത് മറ്റേ കടൽ കൊക്കില്ലേ, അതാണോ സാധനം? ആണെന്ന് തോന്നുന്നു കേട്ടോ. ഈ കാണുന്ന കപ്പലുണ്ടല്ലോ, ഈ MSC മാഗ്നിഫിക്ക എന്ന് പറയുന്നത്, ഇത് ശരിക്കും ഞാനിപ്പോൾ ഇതിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ ഇവിടെ റോഡിൽ വെച്ച് കണ്ടു, വഴിയിൽ വെച്ച് കണ്ടു. ഒരു മലയാളിയായിരുന്നു, എന്നോട് വന്ന് കണ്ട് സംസാരിക്കുകയായിരുന്നേ. ഇത് വേൾഡ് ടൂർ നടത്തിക്കൊണ്ടിരിക്കുന്ന കപ്പലാണ്. ഇത് ജനുവരി 5-ാം തീയതി ജനീവയിൽ നിന്നെങ്ങാണ്ട്, അതോ ജനീവയെന്നാണോ ഇറ്റലിയിൽ നിന്നോ അവിടെ നിന്നെങ്ങാണ്ട് യാത്ര ആരംഭിച്ച ഒരു ട്രിപ്പ്, ഒരു കപ്പലാണ്. അവിടെ നിന്ന് ഇത് കരീബിയനൊക്കെ കറങ്ങി അമേരിക്കയിൽ പോയിട്ട് അവിടെ നിന്ന് പിന്നെ മെക്സിക്കോ, പനാമ, കോസ്റ്റാറിക്ക അങ്ങനെ കുറേ രാജ്യങ്ങൾ കറങ്ങി പസഫിക് വഴി അമേരിക്കൻ സമോവ ദ്വീപുകളൊക്കെ താണ്ടി ഫിജിയിൽ, ഇപ്പോൾ ഞാൻ ഫിജിയിലുണ്ടായിരുന്ന ദിവസത്തിൻ്റെ തലേ ദിവസം ഇത് അവിടെ ഫിജിയിലുണ്ടായിരുന്നു. ഫിജിയിൽ വന്ന് ഫിജിയിൽ നിന്നും ന്യൂസിലൻഡ് പോയിട്ട് ന്യൂസിലൻഡിൽ നിന്ന് ഓസ്ട്രേലിയ വന്നിട്ട് ഇവിടെ ഓസ്ട്രേലിയയിൽ നിന്ന് ഇതിനി ഫിലിപ്പീൻസിൽ പോയി അവിടെ നിന്ന് ജപ്പാന്, ചൈന, ഹോങ്കോങ്, അതിനുശേഷം മലേഷ്യ എന്ന് നമ്മൾ ഇന്ത്യയിൽ വരുന്നില്ല. ഇത് ഇന്ത്യയുടെ താഴെക്കൂടെ ഇവൻ സീഷെൽസ്, മൗറീഷ്യസ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് തിരിച്ച് യൂറോപ്പിൽ ചെന്ന് ട്രിപ്പ് അവസാനിപ്പിക്കുന്ന ഏകദേശം 4 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ യാത്ര നടത്തുന്ന ഒരു അത്യാഡംബര കപ്പലാണ് ഈ കാണുന്ന MSC മാഗ്നിഫിക്ക എന്ന് പറയുന്നത്. ഇത് സാധാരണ നമ്മൾ കാണുന്ന ക്രൂസ് ഷിപ്പിൻ്റെ അത്രയും വലിയ വലിപ്പമൊന്നുമില്ല, പക്ഷേ എന്നാലും ദിസ് ഈസ് റിയലി ബിഗ്. ഈ 4 മാസത്തെ യാത്രയിൽ, അതായത് ഇതിനകത്തുള്ള ആൾക്കാരൊക്കെ 4 മാസം കണ്ടിന്യൂസ് ഈ കപ്പലിൽ തന്നെ യാത്ര ചെയ്യുന്ന ആളുകളായിരിക്കും. ഏകദേശം 25 ലക്ഷം മുതൽ 30 ലക്ഷം രൂപ വരെയാണ് ഈ 4 മാസം ഈ കപ്പലിൽ ഓൾ ഇൻക്ലൂസീവായിട്ട് ഭക്ഷണം, താമസം അടക്കം എല്ലാം കൂടെ യാത്ര ചെയ്യുന്നതിന് വേണ്ടി ആളുകൾ സ്പെൻഡ് ചെയ്യുന്നത്. ഈ കപ്പലിലെ മെച്ചൂരിറ്റി വരുന്ന ആൾക്കാരും പ്രായമായിട്ടുള്ള ആൾക്കാരായിരിക്കും, എൽഡേഴ്സ് ആയിരിക്കും. അതായത് റിട്ടയർമെൻ്റ് ഒക്കെ ആയ ആൾക്കാർ, പിന്നെ കാശ് ഇഷ്ടംപോലെ കാശുള്ള ആൾക്കാർ, പൈസ ലോൺ എടുത്തിട്ട് വരുന്ന ആൾക്കാർ വരെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് ഇതുപോലുള്ള കപ്പലുകളിൽ ലോങ് യാത്രകൾ നടത്തുന്നത്. ഈ 4 മാസം കൊണ്ട് ഏകദേശം 30-40 രാജ്യങ്ങളാണ് ഈ കപ്പലിലെ ആൾക്കാരും യാത്ര ചെയ്യുന്നത്. ആലോചിച്ച് നോക്കി, സത്യം പറഞ്ഞാൽ നമ്മൾ ഇൻഡിവിജ്വലി പോയി കാണുന്നതിൽ ലാഭമാണ് ചില സമയത്ത് കപ്പൽ യാത്രകൾ. നമ്മൾ നേരത്തെ ആ പാലത്തിൻ്റെ മേളിൽ നിന്ന് കണ്ട ഒരു പാർക്ക് ഹയാത്ത് ഹോട്ടലാണ് ഈ കാണുന്നത്. കേട്ടോ, അടിപൊളിയല്ലേ? ഈ ഹോട്ടൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ലൊക്കേഷൻ അടിപൊളിയാണ്, കിടുവാണ്. ഈ ഒരു ഏരിയ ആണെങ്കിലും മൊത്തത്തിൽ നല്ല വൈബാണ്. ഇവിടെ നല്ല സൺലൈറ്റ് ഉള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ ഭയങ്കര രസമായിരിക്കും കാണാനായിട്ട്. ഇന്ന് കുറച്ച് ക്ലൗഡി ആയതുകൊണ്ടാണ് ഈ ഒരു ഡൾനെസ് ഉള്ളത്. ഓപ്പറ ഹൗസ്, പിന്നെ ഇതിൻ്റെ മേളിൽ കൂടെ ഒക്കെ ഈ ഹെലികോപ്റ്റർ ടൂറൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഹെലികോപ്റ്റർ ടൂറ്, ഫ്ലൈയിങ് ടൂറ്. ഇത് സിഡ്നി ഹാർബർ ഹോട്ടൽ എന്ന് പറഞ്ഞുള്ള ഒരു ഹോട്ടൽ ബിൽഡിംഗ് ആണ്. ശരിക്കും ഇതൊക്കെ ഒരു എന്താ പറയുക, ഒരു യൂറോപ്യൻ ബ്രിട്ടീഷ് സ്റ്റൈലിലുള്ള കെട്ടിടങ്ങളല്ലേ. ദ റോസൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സീമെൻ എന്ന് പറഞ്ഞുള്ള ഒരു ബിൽഡിംഗ് ആയിരുന്നു ഇത്. ഇതിപ്പോൾ ഒരു ബാറാണ്. പണ്ടത്തെ സൗത്ത് വെയിൽസിൻ്റെ ഗവർണറായിരുന്ന ഒരു വ്യക്തിയാണ് ഇതിൻ്റെ മറ്റേ ഇത് ചെയ്തതെന്ന്, എന്താണ് മറ്റേ ഫൗണ്ടേഷൻ സ്റ്റോൺ ഇട്ടതെന്ന്. ഇതും പണ്ടത്തെ ഒരു ഹെറിറ്റേജ് ബിൽഡിംഗ് ആണ്. ഇത് ദ റോക്സ് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ്. അവിടെയാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ എല്ലാം ഈ ഹെറിറ്റേജ് ബിൽഡിങ്ങുകളാണ്. ഈ പഴയ ഹെറിറ്റേജ് ബിൽഡിങ്ങുകളെല്ലാം കൺവേർട്ട് ചെയ്ത് ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ബാറുകളും ആക്കി മാറ്റിയിരിക്കുകയാണ്. ഈ കാണുന്ന ടണൽ കണ്ടോ, ഇതാ ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെ ഉള്ള ടണലാണ്. എനിക്ക് ഇത് വേറെ ഒരു പാലം. ഇത് ഈ സ്ഥലത്തിന് റോക്സ് എന്ന് പറയുന്നത് ഇതുകൊണ്ടാണെന്ന് തോന്നുന്നു. കാരണം ഇവിടെ എല്ലാം മറ്റേ മല വെട്ടി ഉണ്ടാക്കിയിരിക്കുകയല്ലേ ഇതെല്ലാം. ഇപ്പോഴും ഇതിൻ്റെ ഇടയ്ക്ക് നിന്നൊക്കെ ഉറവയിലൂടെ വെള്ളം വരുന്നതുണ്ടോ നോക്കി. അസാധ്യ കൺസ്ട്രക്ഷനാണല്ല, സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. ഇത്ര വർഷമായി, ഇപ്പോഴും എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഈ ടണൽ ഉണ്ടാക്കിയത് 1867-68 കാലഘട്ടങ്ങളിലാണെന്ന് നമ്മളിപ്പോൾ ഉള്ള ഈ ടണൽ ഉണ്ടാക്കിയത്. അതിനുശേഷമാണ് അവർ ആ പാലം പണിയുന്നത്. ഈ പാലത്തിൻ്റെ അടിയിലേക്ക് ഞാൻ തിരിച്ചു വന്നേ. ഇവിടൊക്കെയുള്ള വീടുകൾ കണ്ടു, എന്ത് ഭംഗിയാണ് ഇതൊക്കെ, എന്ത് രസമാണെന്ന് നോക്കി. ഇതൊക്കെ ചൈനക്കാരുണ്ട് ഇവിടെ. ഈ സിഡ്നി പകുതിയും ചൈനക്കാരായിലാണെന്നാണ് കേട്ടിട്ടുള്ളത്. കാരണം ഇവർ നല്ല പൈസ കൊണ്ട് ഇറക്കിയിട്ടുണ്ട് ഇവിടെ. എന്ത് ലുക്കല്ലേ വീടൊക്കെ, അത് എത്ര വെൽ മെയിൻറ്റൈൻഡ് ആണെന്ന് നോക്ക് എല്ലാം. അങ്ങനെ നടന്ന് കറങ്ങി തിരിഞ്ഞ് ഐ ഹാവ് റീച്ച്ഡ് നിയർ ടു മൈ ഹോട്ടൽ.